ഞാൻ വി പ്രകാശിൻ്റെ കാര്യം, വി പ്രകാശ് എന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ സാത്വികനായ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ വി സതീശൻ പറഞ്ഞൊരു വാക്കുകൾ താങ്കൾക്കൊന്ന് കേൾക്കാം. അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാണ് പോണത്. വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതാണ് വി പ്രകാശിനെ മുൻനിർത്തി പറഞ്ഞതിലെ ആ ധാർഷ്ട്യം സതീശൻ്റെ. ഇനി എം സ്വരാജ് വി പ്രകാശിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കേൾക്കൂ. നിജേഷ് പ്ലീസ്. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. തീർച്ചയായും നിജേഷ് അരവിന്ദിനെ പോലെ ഒരാൾ ഈ രണ്ട് ഭാവത്തെയും ഏതാശയ പരിസരത്തോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്? നോക്കൂ, വി പ്രകാശ് എന്ന് പറയുന്ന, അതായത് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട് നിജേഷ് അരവിന്ദ്. അതായത് വി പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നതിന് ഇത്ര ധാർഷ്ട്യത്തോടു കൂടി സമീപിച്ച സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചു. അവർ പഴയ നിലപാടൊക്കെ ഉപേക്ഷിച്ചു, അവർ വലിയ രീതിയിൽ വന്നു എന്ന് ന്യായീകരിച്ച വി സതീശനാണ് ഇത്ര വലിയ രീതിയിൽ വി പ്രകാശിൻ്റെ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ധാർഷ്ട്യത്തോടെ സംസാരിച്ചത്. ഏത് ആശയ പരിസരത്താണ്? നോക്കൂ സ്വരാജ് അവിടെ കാട്ടിയ രാഷ്ട്രീയ പക്വത. ജിംഷാദെ, ആ പത്രസമ്മേളനം മുഴുവൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റില്ലല്ലോ, പത്രസമ്മേളനം ഞാൻ മുഴുവൻ കണ്ടതാ. മുഴുവൻ ഞാനും കണ്ടതാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് വി പ്രകാശ്. അവിടെ അതിന്റെ മുമ്പുണ്ട്. ഞങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പോകുന്ന ഇടമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രകാശേട്ടന്റെ വീട്ടിലേക്ക് അങ്ങനെ ഇലക്ഷൻ കാലത്ത് പോകുന്ന ആളുകളല്ല. ദയവ് ചെയ്ത് അതൊക്കെ ഞങ്ങൾക്കറിയാം. അജിംഷാദെ, എനിക്കറിയുന്നത് പോലെ പ്രകാശേട്ടന്റെ കുടുംബവുമായിട്ട് അജിംഷാദിന് ബന്ധമില്ലല്ലോ. എന്റെ വളരെ അടുത്ത് ഞാനത് വളരെ വൈകാരികമായിട്ടാണ് പറയുന്നത്. ദയവ് ചെയ്ത് അവരെ കുടുംബത്തിന് വലിച്ചഴക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വൈകാരികമായ ഒരു കാര്യമുണ്ട്. ഞാൻ വി സതീശന്റെ പത്രസമ്മേളനം മുഴുവൻ കണ്ടതാണ്. നിങ്ങൾ ഇനി കട്ട് ചെയ്ത് മുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആ പരിപ്പ് വേവില്ല. ഇത് സതീശൻ പറഞ്ഞത് തന്നെയല്ലോ. അതിന് മുമ്പുണ്ട് ശേഷമുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് സതീശൻ പറഞ്ഞതാണ്. ഇത് സതീശൻ പറഞ്ഞത് ആരെ കുറിച്ചാണ്? നിജേഷ് വി പ്രകാശിനെ കുറിച്ചാണ്. അതാണല്ലോ ഞങ്ങൾ മറ്റൊരു മാർഗവും സ്വീകരിച്ചു. ഒരു സംഭാഷണത്തിന്റെ നടുവിൽ വെച്ച് മുറിച്ച് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ എത്ര ശരിയാണ്? അത് ശാസ്ത്രീയമായ ഒരു വാദമല്ല. താങ്കൾ പറയുന്ന വാദം അത് ശാസ്ത്രീയമായി സ്വീകരിക്കാനാവുന്ന പ്രകാശേട്ടന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ആളുകളല്ല ഞങ്ങൾ. പ്രകാശേട്ടന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ആളുകളല്ല ഞങ്ങൾ. പ്രകാശേട്ടന്റെ വീട് ഞങ്ങളുടെ വീടാ. പ്രകാശേട്ടന്റെ മക്കൾ ഞങ്ങളുടെ മക്കളാ. പ്രകാശേട്ടന്റെ ഭാര്യ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാ. പ്രകാശേട്ടന്റെ അനിയൻ ഞങ്ങളുടെ ഭാഗമാ. നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിച്ചഴയ്ക്കാനുള്ള സ്വത്തുമല്ല വി പ്രകാശേട്ടൻ. നിങ്ങൾക്ക് വലിച്ചഴയ്ക്കാനുള്ള, നിങ്ങൾക്ക് വിവാദമുണ്ടാക്കേണ്ട, നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ട സ്വത്തല്ല. അത് കോൺഗ്രസിന്റെ സ്വത്താ. ഞാൻ അവിടെ പോയതാ. അന്ന് എടക്കര ബസ് സ്റ്റാൻഡിലെ അന്ത്യ വിശ്രമ നാളിൽ എനിക്കറിയാം പുലർച്ചെ 4:30 എനിക്ക് വന്ന കോൾ. അതിന്റെ മാനസിക പ്രയാസം ഇപ്പോഴും നിജേഷിന് കാണും. പക്ഷേ വി പ്രകാശ് സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ കൈതട്ടി മാറ്റി മുമ്പോട്ട് പോയ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ പോകാനാകില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ കുടുംബത്തിനെ ആര്യാടൻ ഷൗക്കത്തിന് ഫേസ് ചെയ്യാനാകില്ല. ഇതാണ് ഇവരൊക്കെ പറയുന്നത്.
ഇതാണ് നിജേഷ് ഇവരൊക്കെ പറയുന്നത്. അതിനെ എത്ര വൈകാരികമായി പ്രതിരോധിച്ചാലും ആവില്ല. അത് വലിച്ചെടുക്കണ്ട. ശരി, അത് ശരി. വലിച്ചെടുക്കണ്ട. ഓക്കേ. ഞാൻ വളരെ മാന്യമായി പറയുന്നു. എന്റെ അജിംഷാദെ, എന്റെ അടുത്ത സുഹൃത്ത് നിലയ്ക്ക് പറയുന്നു, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ശരി, ഓക്കെ. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ആ കുടുംബം തീരുമാനിക്കട്ടെ. നിജേഷിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക്, നല്ലവരായവർക്ക് ആ കുടുംബത്തോട് അങ്ങനെ വൈകാരികത കാണും, അടുപ്പം കാണും, അത് ശരിയാണ്. പക്ഷേ പൊതുവിലില്ല. ആ സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥിക്ക് അടക്കമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനല്ലാതെ പ്രകാശ് ഏട്ടനെ എനിക്കും അറിയാവുന്ന ആളാണ്, എൻ്റെയും സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചനപ്പെടുത്തിയല്ല പറഞ്ഞത്.